ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ചെമ്പരിപ്പൂവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ചെമ്പരിപ്പൂവിൽ വരാനിരിക്കുന്ന ഒരു ഭാഗത്തിൻ്റെ വീഡിയോ ആണ് ഞാൻ ചെയ്യുന്നത്. അങ്ങനെ നമ്മുടെ ശ്രുതിയുടെയും വർഷയുടെയും താലിമാറ്റൽ ചടങ്ങ്, ശരിക്കും പറഞ്ഞാൽ താലിമാറ്റൽ ചടങ്ങ് നടത്തിയത് തന്നെ നമ്മുടെ മഹിമയുടെ ഒരു തന്ത്രം തന്നെയായിരുന്നല്ലേ. വർഷയെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് വരുന്നതിനും മാത്രമല്ല, രവിയുടെ കുടുംബം അത് പൂർണ്ണമായി നശിക്കുന്നതിനും വേണ്ടിയിട്ട് മധുസൂദനൻ മഹിമയും കളിച്ചൊരു കളിയായിരുന്നു അത്. അപ്പോൾ അത് കൃത്യമായി തന്നെ വർക്കൗട്ട് ആവുകയും ചെയ്യുന്നുണ്ടല്ലോ. ആദ്യമൊക്കെ നമ്മുടെ സച്ചിനെ രവിനെയൊക്കെ ഉപദ്രവിച്ച് സച്ചിയെ പ്രകോപിച്ച് തന്നെ ഈ ഒരു ചടങ്ങൊക്കെ അലങ്കോലമാക്കാം എന്നൊക്കെ ഇരുവരും കരുതുന്നുണ്ടെങ്കിലും സച്ചി അതിൽ നിന്നെല്ലാം തന്നെ തന്ത്രപൂർവ്വം തന്നെ ഒഴിഞ്ഞു മാറുന്നുണ്ട്. അതിന് കാരണം മറ്റൊന്നുമല്ല, രേവതിക്ക് സച്ചി കൊടുത്ത വാക്ക് തന്നെയാണല്ലേ. എന്നാൽ അങ്ങനെ പോകുന്ന സമയത്താണ് നമ്മുടെ മധുസൂദനൻ കോള് വിളിച്ചുകൊണ്ട് റൂമിലേക്ക് വരുന്ന സമയത്ത് രേവതി തൻ്റെ മകളുടെ സ്വർണ്ണമാല കൈ പിടിച്ചുകൊണ്ട് നിൽക്കുന്ന ആ ഒരു കാഴ്ച കാണുന്ന സമയത്ത് രേവതി കള്ളിയാണെന്ന് തന്നെ മനഃപൂർവ്വം തന്നെ മധുസൂദനൻ പറയുന്നുണ്ട്. നമ്മുടെ മധുസൂദനൻ അറിയാം സച്ചിക്ക് ദേഷ്യം വരണമെന്നാണെങ്കിൽ സച്ചിക്ക് ഇഷ്ടപ്പെട്ട ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും സച്ചി പ്രതികരിക്കുമെന്ന് അറിയാവുന്നത് കൊണ്ട് തന്നെ ആ ഒരു നിമിഷം നമ്മുടെ രേവതിനെ കള്ളിയാക്കുകയാണ് മധുസൂദനൻ. അങ്ങനെ നമ്മുടെ മധുസൂദന മഹിമ ഉദ്ദേശ രീതിയിൽ തന്നെ കാര്യങ്ങളൊക്കെ വർക്കൗട്ട് ആവുകയാണ് കേട്ടോ. രേവതിയെ കളിയാക്കുന്ന കൂടാതെ സച്ചി വെള്ളമടിക്കുന്ന രേവതി മോഷ്ടിച്ചുകൊണ്ട് വന്ന പണമാണെന്നൊക്കെ പറയുന്ന സമയത്ത് അത്രയും നേരം ക്ഷമിച്ചിരുന്ന സച്ചി ക്ഷമ കെടുകയും നമ്മുടെ മധുസൂദനക്കടെ രണ്ട് പൊട്ടിക്കുകയും ചെയ്യുന്നുണ്ട്. ഇത് കണ്ടുവരുന്ന സ്പർശയും ശ്രീകാന്തും അവർക്കെതിരെ ചെറിയൊരു തെറ്റിദ്ധാരണ ഉണ്ടാവുന്നുണ്ട്. ഈ ഒരു തല്ല് മാത്രമേ ഇരുവരും കാണുന്നുള്ളൂ. അതിന് മുന്നേ സംഭവിച്ചത് എന്താണെന്നോ മധുസൂദനൻ പറയുന്നത് എന്താണെന്നൊന്നും ഇരുവരും അറിയുന്നില്ല കേട്ടോ. അങ്ങനെ വർഷ അവസാനം പറയുന്നുണ്ട് സച്ചിയുള്ള വീട്ടിലേക്ക് താൻ ഇനി വരികയില്ല, താൻ തൻ്റെ വീട്ടിൽ നിന്നുകൊള്ളാമെന്നും പറഞ്ഞുകൊണ്ട് പിണങ്ങി പോവുകയാണ്. കൂട്ടത്തിൽ തന്നെ ശ്രീകാന്ത് വീട്ടിലേക്ക് ചെല്ലുന്നുണ്ട്. എന്നാൽ ശ്രീകാന്തിന് അധികം നേരം അവിടെ നിൽക്കാൻ സാധിക്കുന്നില്ല. വർഷയും കൂട്ടിക്കൊണ്ട് വീട്ടിലേക്ക് പോകാനൊക്കെ ആയിട്ട് ശ്രീകാന്ത് ശ്രമിക്കുന്നുണ്ടെങ്കിലും വർഷ താൻ ശ്രീകാന്തിൻ്റെ എന്നുള്ള വീട്ടിലേക്ക് വരികയില്ല എന്ന് തറപ്പിച്ച് പറയുന്ന നേരത്തെ ശ്രീകാന്ത് പിണങ്ങി അവിടെ നിന്ന് പോവുകയാണ് കേട്ടോ. പിണങ്ങിപ്പോയി അവിടെ നിന്ന് നേരെ ചെല്ലുന്ന റെസ്റ്റോറൻറ്റിലേക്കാണ്. എന്നാൽ ഇതൊന്നും അറിയാതെ തന്നെ സച്ചി രവിയും എല്ലാം തന്നെ ചിന്തിക്കുന്നത് ശ്രീകാന്ത് വർഷയുടെ വീട്ടിലാണെന്നാണല്ലേ. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ചന്ദ്രയും അതുപോലെ തന്നെ രവിയും ഒരുപാട് തന്നെ നമ്മുടെ ശ്രീകാന്തിനെയും വർഷയും മിസ് ചെയ്യുന്നുണ്ടെന്ന് അറിയാം. അതിനും കാരണം മറ്റൊന്നുമല്ല, ശ്രീകാന്തിന് വേണ്ടിയിട്ടൊരു കൊറിയർ വരുന്ന സമയത്ത് നമ്മുടെ ശ്രീകാന്തിനെ രവി വിളിക്കുന്നുണ്ട്. ആ ഒരു സമയത്ത് ശ്രീകാന്ത് അവിടെ ഇല്ല എന്നുള്ള പരിസരം മറന്നുകൊണ്ട് തന്നെയാണ് രവി വിളിക്കുന്നത്. അപ്പോൾ അച്ഛൻ്റെ ആ ഒരു മനപ്രയാസവും അമ്മയുടെ സങ്കടം കാണുന്ന സമയത്ത് രേവതിയും സച്ചിയും കൂടെ ഒരു തീരുമാനമെടുക്കാണ്ട് എത്രയും വേഗം തന്നെ നമ്മളായിട്ട് തന്നെ ശ്രീകാന്തിനെ വർഷയെ ഇവിടെ കൊണ്ട് കൂട്ടിക്കൊണ്ട് വരിക എന്ന്. അങ്ങനെ നമ്മുടെ വർഷയുമായിട്ട് സംസാരിക്കുന്നതിന് വേണ്ടിയിട്ട് രേവതി ചെല്ലുന്നുണ്ട്. ആദ്യമൊക്കെ വർഷ ഒഴിഞ്ഞു മാറുന്നുണ്ടെങ്കിലും രേവതി കരഞ്ഞുകൊണ്ട് തന്നെ ഉണ്ടായ സത്യങ്ങളെല്ലാം തുറന്നു പറയുന്ന സമയത്ത് വർഷയെല്ലാം ഉൾക്കൊള്ളാൻ തയ്യാറാവുകയാണ്. ഇതേ സമയം തന്നെ ശ്രീകാന്തിനെ കണ്ടിട്ട് നമ്മുടെ സച്ചി സംസാരിക്കുന്നുണ്ടെങ്കിലും സച്ചി ചെയ്തത് തെറ്റല്ല എന്ന് ശ്രീകാന്തിന് അറിയാമെങ്കിലും ആ ഒരു സമയത്ത് വർഷയില്ലാതെ താൻ ആ വീട്ടിലേക്ക് വരികയില്ല എന്ന് നമ്മുടെ ശ്രീകാന്ത് സച്ചിയോടായിട്ട് പറയുന്നുണ്ട്. അങ്ങനെ വളരെ സങ്കടത്തോട് തന്നെയാണ് സച്ചി അവിടെ നിന്ന് പോകുന്നത്. അപ്പോൾ ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് നമ്മുടെ വർഷ ഹോട്ടലിലേക്കായിട്ട് ഫുഡ് ഓർഡർ ചെയ്യുന്നത്. ഓർഡർ ചെയ്ത ഫുഡുമായിട്ട് ചെല്ലുന്ന ശ്രീകാന്താണ് കേട്ടോ. ഈ സമയത്ത് നമ്മുടെ വർഷ പറയുകയാണ്, ഞാൻ ഫുഡ് ഓർഡർ ചെയ്ത ഹോട്ടലിലേക്കാണെന്ന് കരുതി നിന്നോട് ആരാ വരാൻ പറയും, നീ എന്നെ കാണാനായിട്ട് മനഃപൂർവ്വം വന്നതല്ലേ എന്ന് ചോദിക്കുന്ന സമയത്ത് മറ്റ് പല ഹോട്ടലുകളും ഉണ്ടായിട്ട് ഞാൻ വർക്ക് ചെയ്യുന്ന ഹോട്ടലിലേക്ക് തന്നെ വിളിച്ച് പറയും, ഞാൻ നിനക്ക് വേണ്ടി ഫുഡ് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടല്ലേ ശ്രീകാന്ത് ചോദിക്കുമ്പോഴത്തേക്കും രണ്ടുപേരും പരസ്പരം മുഖത്തോട് മുഖം നോക്കുകയാണ്. എന്നിട്ട് പൊട്ടിച്ചിരിക്കാനുണ്ട്. അപ്പോൾ ആ ഒരു സമയത്ത് രണ്ടുപേരും പിണങ്ങുകളൊക്കെ മാറി രണ്ടുപേരും ഒരുമിച്ച് തന്നെയാണ് ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നത്. പിന്നീട് നമ്മുടെ വർഷ ഡബ്ബിംഗ് സ്റ്റുഡിയോയിൽ നിന്ന് തിരികെ വരുന്ന സമയത്ത് റോഷനെ ഇടയ്ക്ക് വെച്ച് കാണുകയും റോഷൻ വർഷയെ ആക്രമിക്കാനായിട്ട് ഒരുങ്ങുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഈ ഒരു സമയത്ത് രക്ഷിക്കാൻ എത്തുന്നത് നമ്മുടെ സച്ചിയാട്ടാ. അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മുടെ സച്ചിയുടെ നിരപരാധിത്വം മാത്രമല്ല രേവതി സച്ചിയെക്കുറിച്ച് പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ സത്യമായിരുന്നു എന്നൊക്കെയാണ് വർഷ മനസ്സിലാക്കുകയാണ്. അതിനുശേഷം വർഷ അവിടെ നേരെ ചെല്ലുന്ന ശ്രീകാന്തിനെ കാണാനായിട്ട് റെസ്റ്റോറൻറ്റിലേക്കാണ് കേട്ടോ. അതിനുശേഷം പറയുന്നുണ്ട്, വാ നമുക്ക് വീട്ടിലേക്ക് പോകാം എന്ന് പറയുന്ന സമയത്ത് ഞാൻ എന്തായാലും നിൻ്റെ വീട്ടിലേക്കല്ല, വീട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ നിൻ്റെ അച്ഛനും അമ്മയും എൻ്റെ വീട്ടുകാരെ കുറ്റപ്പെടുത്തി സംസാരിക്കും, അത് കേൾക്കാൻ എനിക്ക് താല്പര്യമില്ല, ഞാൻ ഇവിടെ തന്നെ നിന്നോളാം എന്നൊക്കെ ശ്രീകാന്ത് പറയുന്ന നേരത്തെ ഞാൻ അതല്ല പറഞ്ഞത്, നമുക്ക് നമ്മുടെ വീട്ടിലേക്ക്, അതായത് ശ്രീകാന്തിൻ്റെ വീട്ടിലേക്ക് പോകാം എന്ന് പറയുമ്പോഴത്തേക്കും ശ്രീകാന്തിന് ഭയങ്കര സന്തോഷമാവുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ ശ്രീകാന്തും വർഷയും തിരികെ വീട്ടിലേക്ക് എത്തിയതിന് ശേഷമാണ് മധുസൂദനും മഹിമയും പിണക്കമെല്ലാം മാറി വർഷ വീട്ടിലേക്ക് തിരികെ പോയി എന്നുള്ള കാര്യങ്ങളൊക്കെ അറിയുന്നത്. ആ ഒരു സമയത്ത് നമ്മുടെ മധുസൂദനും മഹിമയ്ക്കും വലിയൊരു തിരിച്ചൽ കിട്ടിയ അവസ്ഥയാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനൊരു ഭാഗം നമുക്ക് വരാനിരിക്കുന്നുണ്ട്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കൂടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.